ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഞങ്ങൾ സെഗോവിയയിലെത്തുന്നത്. ഈ സന്ദർശനത്തിന് ശിശിരത്തിൽ നിന്നും വസന്തത്തിലേക്കുള്ള ദൂരമുണ്ട്. സെഗോവിയ, ചരിത്രം വസിക്കുന്ന പൈതൃക നഗരം. ലോകപ്രശസ്തമായ റോമൻ ജലസംഭരണി മുതൽ ഫെയറിറ്റെയിൽസ് കൊട്ടാരം പോലുള്ള അൽക്കസാറും വാസ്തുവിദ്യ കൊണ്ട് ആകർഷണീയമായ കത്തീഡ്രലും ജൂയിഷ് ക്വാർട്ടറുമെല്ലാം സെഗോവിയ എന്ന ചരിത്ര നഗരത്തെ ഊർജ്ജസ്വലമാക്കുന്നു. എല്ലാവർക്കും ഈ പുരാതന നഗരത്തിൻ്റെ മാന്ത്രിക ലോകത്തിലേക്ക് ഞങ്ങളോടൊപ്പം സ്വാഗതം. സ്പെയിനിലെ കാസ്തിയ y ലെയോൺ എന്ന ഓട്ടോണമസ് കമ്മ്യൂണിറ്റിയിലാണ് സെഗോവിയ നഗരം സ്ഥിതി ചെയ്യുന്നത്. പതിവ് പോലെ ഞങ്ങൾ മദ്രിദിൽ നിന്ന് ട്രെയിൻ കയറി. സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വസന്തം റെയിൽവേ സ്റ്റേഷനിലും എത്തി. ചുറ്റിനും മഞ്ഞ നിറത്തിലുള്ള വളരെ ചെറിയ പൂക്കളാണ് കൂടുതലും. ഇവർ ആരും ക്ഷണിച്ചു വരുന്നതല്ല എന്നതാണ് വാസ്തവം. ഋതുഭേദങ്ങളുടെ ഒഴുക്കിൽ ഈ കുഞ്ഞൻ ചെടികളും ഇവിടെ വസിക്കുന്നു. വസുദൈവ കുടുംബകം എന്നല്ലാതെ പറയാൻ പറ്റില്ല. വേനലിലേക്ക് നഗരം കലണ്ടർ പ്രകാരം സഞ്ചരിക്കുകയാണെങ്കിലും ശിശിരത്തെ വിട്ടുപിരിയാൻ നഗരം ഒരുക്കമല്ല. ഓരോ സ്പാനിഷ് നഗരങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അവർക്ക് സ്വന്തമായ ഒരു സംസ്കാരവും രീതികളുമുണ്ട്. ഇപ്പോഴും അവർ അതൊക്കെ തുടരുന്നു. എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനും അംഗീകരിക്കാനും പറ്റുന്നവ. കാലഹരണപ്പെട്ടതൊക്കെയും ഉപേക്ഷിച്ച് മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ നന്മ വരുന്ന മാറ്റങ്ങൾ ഇവിടെ പ്രകടമാണ്. ഈ ജനതയുടെ ആഡംബരവും ആർഭാടവും ആഘോഷവും ഒന്നു മാത്രമാണ്: സന്തോഷം. നഗരവീഥിയിലൂടെ നടന്ന് ഞങ്ങൾ വലിയൊരു നിർമ്മിതിക്കടുത്തെത്തി. ഇതാണ് അക്വാഡക്റ്റ്. സെഗോവിയയുടെ ചരിത്രയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. സെഗോവിയയിൽ റോമൻ ഭരണകാലത്ത് നഗരത്തിലേക്ക് ജലമെത്തിക്കാൻ AD 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണ് ഈ റോമൻ അക്വാഡക്റ്റ്. പ്രത്യേകതരം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ അക്വാഡക്റ്റിൻ്റെ കൗതുകമുണർത്തുന്ന പ്രത്യേകത എന്തെന്നാൽ ഈ കല്ലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കാനായി ഒരു വസ്തുവും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത്. അക്വാഡക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പടികൾ കയറി മുകളിലെത്തിയാൽ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. തിരക്കേറുന്ന നഗരവും ദൂരക്കാഴ്ചകളും. ഒരു വൻമരത്തിൻ്റെ ശാഖകൾ പോലെ പടർന്നു പന്തലിച്ച വീഥികൾ. ഏതു വഴി പോയാലും ഇവിടെയുള്ള ദൃശ്യങ്ങൾ എല്ലാം വീക്ഷിക്കാം. അവ ചുറ്റിനും നിന്ന് എന്തെല്ലാമോ ഓർമ്മപ്പെടുത്തുന്നത് പോലെ. സെഗോവിയ നഗരം ജീവിക്കുന്നതും ഇവയിലാണ്. ആ ചരിത്രത്താളുകളിൽ വേരൂന്നി നിൽക്കുന്ന സ്ഥാപനങ്ങളും ജീവിതങ്ങളും. എന്നും കടന്നുപോകുന്ന വഴികൾ ഒന്നാണെങ്കിലും ഓരോ മഴയ്ക്കും ഓരോ സൂര്യരശ്മിക്കും പറയാനുള്ള കഥകൾ തികച്ചും വ്യത്യസ്തമാണ്. അതറിയുന്നവരാണ് ഈ ജനത. അവധി ദിവസമായതിനാൽ തന്നെ പതിവിലേറെ തിരക്കാണിന്ന്. ചെറിയ വഴികളുടെ രണ്ട് ഭാഗത്തും സുവനിയർ കടകളും ഭക്ഷണശാലകളും മറ്റു കടകളുമൊക്കെയാണ്. റോമൻ ഭരണകാലത്തിൽ നിന്നും അടുത്തതായി ഞങ്ങളെത്തിയത് ജൂത ഭരണകാലത്തിലേക്കാണ്. ജൂയിഷ് ക്വാർട്ടർ. മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വഴികളും കെട്ടിടങ്ങളും. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ നിർമ്മിതികൾ ഇന്നും ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ഇവയുടെ വാസ്തുവിദ്യ എത്രത്തോളം ശക്തമാണ് എന്നതൊരത്ഭുതമായി മാറുകയാണ്. കാൽച്ചുവടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കണ്ണുകൾ അടുത്തതായി ഉടക്കിയത് ചുമരുകൾ നിറയെ മുള്ളുകൾ നിറഞ്ഞ പോലുള്ള ഒരു കെട്ടിടത്തിന് മുന്നിലാണ്. ഇതാണ് കാസ ദെ ലോസ് പിക്കോസ്, അല്ലെങ്കിൽ കൊടുമുടികളുടെ വീട്. 15-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ കെട്ടിടം ഹോസ് കുടുംബത്തിൻ്റേതായിരുന്നു. ചുമരിൽ കാണുന്ന കൂർത്ത അലങ്കാരപ്പണികൾ ഭംഗിയും സുരക്ഷയും ഉദ്ദേശിച്ച് നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഇവിടം കലകളുടെ പഠന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്നു. അടുത്തു തന്നെ മറ്റൊരു നിർമ്മിതിയുണ്ട്: ഇഗ്ലേസിയ ദെ സാൻ മാർട്ടിൻ. 12-ാം നൂറ്റാണ്ടിൽ റോമൻ വാസ്തുവിദ്യാ മാതൃകയിൽ നിർമ്മിച്ച ഈ പള്ളി ഇവിടുത്തെ ചരിത്ര സമ്പത്തിൻ്റെ ഒരു പ്രധാന ഏടാണ്. ഇതിനടുത്തായി മറ്റൊരു ശില്പമുണ്ട്: മോണുമെൻറ്റോ ദെ ഹുവാൻ ബ്രാവോ. വീണ്ടും കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ചെന്ന് നിന്നത് ഒരു വലിയ പള്ളിക്ക് സമീപമാണ്: കത്തീഡ്രൽ ദെ സെഗോവിയ. അതിമനോഹര കൊത്തുപണികളാൽ സമ്പുഷ്ടമായ കൂറ്റൻ കെട്ടിടം. ഇതിൻ്റെ സന്ദർശന നിരക്ക് 4 യൂറോയാണ്. കത്തീഡ്രലിൻ്റെ അകവും പുറവും ഒരുപോലെ മനോഹരമാണ്. ആ കാഴ്ചകൾ അത്ഭുതമായി അനുഭവപ്പെട്ടു. 1768-ൽ പണികഴിപ്പിച്ച ഈ കത്തീഡ്രൽ സ്പെയിനിലെ അവസാന ഗോത്തിക് മാതൃകയിൽ നിർമ്മിച്ച പള്ളിയാണ്. വാസ്തുവിദ്യയുടെ മാസ്മരികത കൊണ്ട് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന ഈ കത്തീഡ്രലിൽ പ്രാചീന ചിത്രങ്ങളുടെ ഒരു പ്രദർശനമുറിയുമുണ്ട്. നിറങ്ങൾ സംസാരിക്കുന്ന എണ്ണച്ചിത്രങ്ങൾ. അക്കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സ്മാരകത്തിനടുത്തേക്ക് നടന്നു.
നമുക്കെല്ലാവർക്കും പരിചിതമാർന്ന രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥകളിലെ മനോഹര കൊട്ടാരം. ആ കൊട്ടാരങ്ങളുടെ പിറവി അൽക്കസാർ ദെ സെഗോവിയയിൽ നിന്നുണ്ടായതാണ്. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ടയാണിത്. ഫെയറി കഥകളിലെ പോലെ കൗതുകം നിറഞ്ഞ കോട്ട. രാജവസതിയും ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും യുദ്ധക്കോപ്പുകളും നിറഞ്ഞൊരു ലോകം. കോട്ടയുടെ പുറത്തുനിന്ന് നോക്കിയാൽ മനോഹര പ്രകൃതി ദൃശ്യത്തിൽ കണ്ണുകൾ ലയിക്കും. അൽക്കസാറിനോട് ചേർന്ന് താഴേക്കുള്ള ചെറുവഴി പോയാൽ പൂന്തോട്ടങ്ങളും നദിയും മരങ്ങളും നിറഞ്ഞൊരു ലോകം കാണാം. പച്ചപ്പിൻ്റെ തണലിൽ നദിയുടെ കുളിരിൽ സെഗോവിയൻ രുചികളോടെ ഒരു ദിനം എത്ര സുന്ദരമാണെന്നോ. പ്രകൃതി വളരെ ശാന്തയായി ഇവിടെ വസിക്കുന്നത് കാണാം. ഇതാണ് കാസ മുസിയോ ദെ അന്തോണിയോ മച്ചാദോ. പ്രശസ്ത സ്പാനിഷ് കവി അന്തോണിയോ മച്ചാദോയുടെ വീടാണിത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയും ഇന്നും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. യാത്രക്കിടയിലൊക്കെയും ഞങ്ങൾ സെഗോവിയൻ രുചികൾ കഴിച്ചു. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ. ഭക്ഷണത്തിന് പ്രശസ്തമായൊരു രാജ്യം കൂടിയാണ് സ്പെയിൻ. അതിനുവേണ്ടി മാത്രം ഇവിടെ എത്തുന്ന സഞ്ചാരികൾ അനേകമാണ്. ചരിത്രം ആസ്വദിച്ച് ഞങ്ങൾ സെഗോവിയൻ വീഥിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇതൊരു ചെറിയ നഗരമാണ്. ഇവിടെ മൊത്തം 83 ചരിത്ര സ്മാരകങ്ങളാണുള്ളത്. ആ നിർമ്മിതികളും അവയ്ക്കു പിന്നിലെ കഥകളും ആരുടെയും മനസ്സ് കീഴടക്കും. സമയം സന്ധ്യയാകുന്നു. തിരക്ക് വർദ്ധിച്ചു തുടങ്ങി. ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയമായതിനാൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടന്നു തുടങ്ങി. ഞങ്ങളുടെ അയൽവാസിയായ ഈ നഗരത്തിലേക്ക് ഇനിയും മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ നിങ്ങളുടെ സ്വന്തം യാത്രാജാലകം.